വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് പ്രകോപനമായത് കടം ചോദിച്ച പണം കിട്ടാത്തതുകൊണ്ടെന്ന് അഫാന്റെ ഉമ്മ ഷെമീനയുടെ മൊഴി. കൊലപാതകത്തിന്റെ തലേദിവസം രാത്രി അഫാൻ ബന്ധുവിനോട് 50,000 രൂപ കടം ചോദിച്ചു. കേണപേക്ഷിച്ചിട്ടും ബന്ധുക്കൾ അപമാനിച്ചുവെന്ന് ഷെമീന പറയുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ വെഞ്ഞാറുമൂടിൽ ഷെമി ഇന്നലെ ഒരു മൊഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നു. ഇന്നലെ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ കട്ടിൽ നിന്ന് വീണതാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. എൻ്റെ മോൻ ഷാള് മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു, ഭിത്തിയിലിടിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതുവരെ മോനെ രക്ഷിക്കാൻ ശ്രമിച്ചത് എന്നറിയില്ല. അപ്പോൾ ഭർത്താവ് അറിയാതെ തന്നെ എന്തോ 35 ലക്ഷത്തോളം കടം ഉണ്ട് എന്നാണ് പറയുന്നത്. ഭർത്താവ് അറിയാത്ത കടം. അപ്പോൾ ഭർത്താവും കൂടെ അറിഞ്ഞിട്ടുള്ള കടം എന്തായിരിക്കില്ല. ആ മനുഷ്യൻ ഇത്രയും കാലം അവിടെ ചോര നീരാക്കിയിട്ടുള്ള കാശ് 6 വർഷം 7 വർഷത്തോളം എന്തോ അദ്ദേഹം നാട്ടിൽ പോലും വരാതെയാണ് ഇവർക്ക് വേണ്ടിയിട്ട് ജീവിതം തൊലച്ചിരിക്കുന്നത് തന്നെ പറയാം. അപ്പോൾ ഇവിടെ കിടന്നിട്ട് ഈ മോനും ഇവരുടെ ഉമ്മയൊക്കെ അടിച്ചു പൊളിക്കുമായിരുന്നു. ഈ മോൻ ചോദിക്കുന്ന പണം നൽകി ആ മോനെ ഇല്ലാതാക്കുമായിരുന്നു തന്നെ ഒരു പരിധി വരെ പറയാം. അപ്പോൾ ഇനിയിപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പോൾ അതിൽ കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ മൊഴി മാറ്റി പറയുന്നത് വീട് കിട്ടില്ല എന്നുള്ള ഇതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കമൻസും കാര്യങ്ങളൊക്കെ കണ്ടു. എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ ഈ മോന് വേണ്ടി ഇത്രയും ത്യാഗം സഹിക്കുന്നത് എന്തിനാണ്? ഇത്രയും പൈസ ചോദിക്കുമ്പോൾ എന്തിനാണ് കൊടുത്തത് എന്നുള്ളതാണ്. ഇനിയും വരെ കുറച്ചും കൂടെ ഷെമി റിക്കവർ ആകുന്ന സമയത്ത് കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരുമായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും ഇത് കുറച്ച് കൂടുതൽ തന്നെയാണ്. ഇത്രയും കടങ്ങൾ ആക്കി വെക്കുക എന്നുള്ളത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത് നമുക്ക്. ഈ കാണുന്നവർക്ക് തന്നെ ഈ ചെറുപ്രായത്തിൽ ഈ ചെറുക്കിന് ഇത്രയും കടബാധ്യത വരാനുള്ള കാരണം എന്താണ്? അതുപോലെ എല്ലാവരും കൊലപ്പെടുത്തുന്ന ബന്ധുക്കാരുടെ അടുത്തൊക്കെ 50,000 രൂപ, അന്ന് കൊലപ്പെടുത്തുന്ന 50,000 രൂപ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ കൊലയിലേക്ക് നയിച്ചത്. അപേക്ഷിച്ചിട്ടും കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇത്രയും കടമുള്ള ആൾക്ക് വീണ്ടും ബന്ധുക്കാർ കൊടുക്കില്ല. അതും ഇത്രയും ചെറുപ്രായത്തിൽ ഇവനക്ക് എന്തുകൊണ്ടാണ് ഇത്രയും കടങ്ങൾ വരാൻ കാരണം എന്നല്ല എല്ലാവരും അന്വേഷിക്കുള്ളൂ. ഇപ്പോൾ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ഇരിക്കുന്നവർക്ക് പോലും ഇത്രയും കടങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഇവരെക്കുറിച്ച് ഈ ഒരു ഇതും ഇല്ലാത്ത ഇവനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ ഇവൻ്റെ ഇനിയും ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് നോക്കാനുണ്ട്. ഇവൻ എന്തെല്ലാം ഇതിലാണ്, എന്തൊക്കെ മാഫിയായിട്ട് വല്ല ബന്ധമുണ്ട്, എന്തൊക്കെയാണ് ഇവൻ്റെ ഇത്രയും പണം കൊണ്ട് ഇവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും അതിൽ വന്ന കുറച്ച് കമൻസുകൾ ഞാൻ വായിച്ചു തരാം കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് കമൻസ് വന്നിരിക്കുന്നത്. ജാമ്യത്തിൽ ഇറങ്ങിയാൽ തന്നെയും കൊല്ലും എന്ന് ഇപ്പോൾ തോന്നിക്കാണും. ആ ഉമ്മാക്ക് ഇങ്ങനെ പറഞ്ഞത് മാറ്റി പറഞ്ഞത് അങ്ങനെ തോന്നിക്കാണുമെന്നാണ് പറയുന്നത്. 35 ലക്ഷം കടം എങ്ങനെ വന്നു എന്നുകൂടി പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരിയാണ്. 35 ലക്ഷം കടം എങ്ങനെ വന്നു എന്നുകൂടി അറിയണം. അത് സത്യമാണ്. പിന്നെ ഒരു കമൻറ്റ്, കുറുപ്പ് എന്ന ക്രിമിനലിന് സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ റോളായിട്ട് കാണിച്ചു തന്നത് ഇനി അടുത്ത സിനിമ അഫാൻ ചെയ്തികൾ ആയിരിക്കും. സൂപ്പർ സ്റ്റാർ മോഡൽ സിനിമ, കോളേജ് രാഷ്ട്രീയം, നിയമത്തിൻ്റെ സ്ട്രോങ് എന്നിവ ഒരു വിഷയമാണ്. പിന്നെ മറ്റൊരു കാര്യം, യുക്തിവാദികൾ അധികരിച്ചു. അത് കാരണം ധാർമ്മിക ബോധം ഇല്ലാതായി. പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ. സത്യമാണ്. പിന്നെ വേറൊരു കമൻറ്റ്, എല്ലാം പുറത്തു വരട്ടെ, നല്ല ബുദ്ധി തോന്നിയതിന് വലിയ ഉപകാരം. അമിത ചിലവോടുകൂടി ഒന്നും ശ്രദ്ധിക്കാതെ ജീവിച്ചാൽ ഇങ്ങനെയിരിക്കും. എല്ലാവർക്കും വലിയ പാഠമാകേണ്ടത് ആ പാവം ജീവനുകൾ ഇവരെല്ലാം കാരണം പോയി. സത്യമാണ്. ഒന്നും അറിയാത്ത നിരപരാധികളായ പാവങ്ങൾ ഈ 2 വ്യക്തികൾ കാരണം ഇല്ലാതായി എന്ന് തന്നെ പറയാം. പിന്നെ അടുത്തൊരു കമൻറ്റ്, ആ തള്ളയുടെ കാര്യം കേട്ടിട്ട് ഒരു വിശ്വാസവും വരുന്നില്ല. ഇനിയും കള്ളം വിലപ്പോവില്ലെന്ന് അവർക്ക് തോന്നിക്കാണും. പിന്നെ ഇപ്പോഴത്തെ ഓഫർ കിട്ടാതെ പോയാലോ? ഇതൊക്കെ അവരുടെ അടുത്ത അടവ്. ശരിയാണ്. ഇപ്പോൾ വീട് വെച്ച് കൊടുക്കുക, 24 ചാനലിൽ വീട് വെച്ച് കൊടുക്കുക എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടില്ല എന്നിപ്പം പിന്നെ ഓർത്ത സമയത്ത് അത് കിട്ടില്ല എന്ന് തോന്നിയിട്ട് ഇപ്പം മൊഴി മാറ്റി പറഞ്ഞതായിരിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും മോൻ്റെ കാര്യം പോയി. മോനിനിപ്പോൾ എന്തായാലും ജയിലിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ടിപ്പോൾ മൊഴി മാറ്റി പറഞ്ഞതാണ്, വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത് വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഇത് വീട് കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ പറഞ്ഞതാണ്. കണ്ടോ? അതെയോ, ഞാൻ വിചാരിച്ചു ഓട്ടോറിക്ഷ ഇടിച്ചാണ് മരിച്ചത് എന്ന്. വേറൊരു കമൻറ്റ്, ഇപ്പോഴാണ് എന്നെ ഷാള് മുറുക്കി കൊന്നത് എന്ന് കൊല്ലാൻ ശ്രമിച്ചതെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിനുള്ള കമൻറ്റ് വന്നിരിക്കുകയാണ്. ഇപ്പോഴെങ്കിലും സത്യം പറയാൻ തോന്നിയല്ലോ, ഒരാൾ കമൻറ്റ് ഇട്ടിരിക്കുന്നു. നല്ല ബുദ്ധി വന്നോ? വളരെ സന്തോഷം. ഇവർ തന്നെയാണ് മകനെ ഇങ്ങനെ ആക്കിയത്. ഞാനും ഒരു അമ്മയാണ്. എന്നാലും മക്കളോടുള്ള സ്നേഹം ഇങ്ങനെയല്ല പ്രകടിപ്പിക്കേണ്ടത്. ഇവർ ഒരു അമ്മയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സത്യമാണ്. ഇതുപോലെ കുറേ കമൻസുകൾ വന്നിട്ടുണ്ട്. അത് ഒരുപാട് വായിക്കുന്നില്ല ഞാൻ. എന്തായാലും ശരിയാണ്. ഇങ്ങനെ ഒരുപാട് അമ്മമാരിങ്ങനെ ഒരുപാട് ഇതാക്കി കാണിക്കുമ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്. ഒരു പരിധിവരെ ഈ അമ്മ തന്നെയാണ് ഈ മോൻ ഇത്രയും വഷളാക്കിയത് തന്നെ പറയാം. എന്തായാലും ന്യൂസിലെ കുറച്ച് ഭാഗങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ.
മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ തന്നെയും മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഈ ഉമ്മ പറഞ്ഞിരുന്നത് ആ കട്ടിലിൽ നിന്ന് വീണാണ് തനിക്ക് ഈ പരിക്ക് പറ്റിയത് എന്നതടക്കമുള്ളതായിരുന്നു. ആ വിഷയത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ മൊഴിയിൽ നിന്ന് മാറാൻ അവർ തയ്യാറായിരുന്നുമില്ല. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് കിളിമാനൂർ പോലീസ് ഈ ഉമ്മയുടെ മൊഴി എടുക്കുന്നത്. ഈ ഉമ്മയോട് ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം, അതായത് ഇളയ മകനടക്കം കൊല്ലപ്പെട്ടു എന്ന വിവരം പറഞ്ഞതിന് ശേഷമാണ് ഉമ്മ ഇപ്പോൾ ഈ വിവരം പറയാൻ തയ്യാറായത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഉമ്മ പറഞ്ഞിരിക്കുന്ന മൊഴി ഇങ്ങനെയാണ്. നേരത്തെ തന്നെ, അതായത് 50,000 രൂപ ഈ ബന്ധുവീട്ടിൽ, നേരത്തെ ചുള്ളാലത്തെ ഈ രണ്ട് പിതാവിന്റെ സഹോദരനെയും സഹോദരന്റെ ഭാര്യയും കൊലപ്പെടുത്തിയിരുന്നു. ഇവരോട് 50,000 രൂപയ്ക്ക് ആവശ്യപ്പെട്ടിരുന്നു എന്നതാണ്. പക്ഷേ ഈ 50,000 രൂപ കടമായി ചോദിച്ചപ്പോൾ ബന്ധുക്കൾ കളിയാക്കുന്ന തരത്തിലേക്ക്, അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് എന്നതാണ്. ഒപ്പം തന്നെ പണം നൽകാൻ സമ്മതിച്ചില്ല, മോശമായി അഫാനോട് സംസാരിക്കുന്ന സ്ഥിതിയും ഉണ്ടായി. ഇത് അഫാനെ പ്രകോപിപ്പിച്ചു എന്നതാണ് ഈ ഉമ്മയുടെ മൊഴിയിൽ പ്രധാനമായും പറയുന്നത്. ഈ അപമാനവും ഒപ്പം തന്നെ പണം കിട്ടാത്തതും കൊലപാതകത്തിന് കാരണമായി എന്നുള്ളതാണ്. അതായത് ഉമ്മ പറയുന്നത് ഈ പ്രകോപനം അന്ന് രാവിലെയും, അതായത് ഇതിന്റെ തലേ ദിവസമാണ് പണം ചോദിക്കുന്നത്. പക്ഷെ കൊലപാതകം ചെയ്യുന്ന അന്ന് രാവിലെയും ഈ പണം ചോദിച്ച് അഫാൻ ഫോൺ വിളിച്ചിരുന്നു. പക്ഷെ പണം തരില്ല എന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു ബന്ധുക്കൾ എന്നതാണ്. അതിന്റെ വൈരാഗ്യം തീർക്കാൻ എല്ലാവരെയും കൊല്ലാം എന്നൊരു രീതിയിലേക്ക് അഫാൻ എത്തുന്നു എന്നതാണ്. അതിന്റെ ഭാഗമായി ഈ പൈസ ചോദിച്ചപ്പോൾ ഈ ബന്ധുക്കാർ നേരത്തെയൊക്കെ പണം നൽകിയിട്ടുണ്ടാവും. പിന്നെയും ചോദിക്കുന്ന സമയത്ത് ആരും കൊടുക്കില്ല. എന്താ വെച്ചാൽ ഈ ചെറുപ്രായത്തിൽ നിനക്ക് എന്തിനാണ് പൈസ എന്ന് ഏതാൾക്കാരും ചോദിക്കില്ല. അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണും കുട്ടികളായിട്ട് ഇരിക്കുന്നവർക്ക് ഇത്രയും പണം വേണ്ടല്ലോ, നിനക്ക് എന്തിനാണ് ഇത്രയും പണത്തിന് ആവശ്യം എന്നൊക്കെ ചോദിച്ച് അവർ ഇതാക്കിയിട്ടുണ്ടാവും. അതൊരു കളിയാക്കലല്ല, അത് കാര്യമല്ലേ പറയുന്നത്. അപ്പോൾ അത് ആരാണെങ്കിലും അത് ചോദിക്കും, ചോദിക്കാതിരിക്കില്ല എന്ത് തന്നെയാണെങ്കിലും. അപ്പോൾ അതാണ് ഇവനെ പ്രകോപിതരാക്കിയിരിക്കുന്നത്, ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇത് കുറച്ച് കടന്ന കൈയായിപ്പോയി. മോൻ്റെ എല്ലാ ഇതിനും ഉമ്മ കൂട്ടുനിന്നതും അതിലേറെ ഇതായിപ്പോയി എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്താണെങ്കിലും ഇങ്ങനെ ഈ അഫാൻ്റെ ആ ഒരു ഇത് ആർക്കും വരാതിരിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. മക്കൾ ചോദിക്കുമ്പോൾ ഓരോന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടും, അതുപോലെ തന്നെ അവർ പൈസ ചോദിക്കുമ്പോൾ അത് എന്തിനാണ്, എന്ത് ആവശ്യത്തിനാണെന്നുള്ളത് ഓരോ മാതാപിതാക്കളും അറിഞ്ഞിരിക്കണം. അല്ലാതെ അവർ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ പണം കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കുറച്ച് കടന്നു കൈയായിപ്പോയി. ഒരാളും മക്കളെ എങ്ങനെ വളർത്തരുത്. ഇതൊരു പാഠമാണ്. അഫാൻ എന്നൊരു വ്യക്തി എല്ലാവർക്കും ഒരു പാഠമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പൊതുവേ നമ്മൾ മക്കൾ ചോദിച്ചതിൽ നമ്മൾ എങ്ങനെ കൊടുക്കാതിരിക്കുക, നമ്മൾ ആഗ്രഹം നിറവേറ്റി കൊടുക്കണം, നമ്മളല്ലേ ഉള്ളൂ അവർക്ക് ആഗ്രഹം നിറവേറ്റി കൊടുക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ മക്കളുടെ ചിന്താഗതി വേറെ എന്തൊക്കെയാണ്, അവർ എന്തിനൊക്കെയാണ് ആ പണം ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്ന് പോലും നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ പ്രസവിച്ച മക്കൾ, നമ്മുടെ മക്കൾ അങ്ങനെ തെറ്റിലേക്കൊന്നും പോവില്ല, അവർ നമ്മുടെ മക്കളല്ലേ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവും. പക്ഷേ നമ്മുടെ മക്കൾ നമ്മൾ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് നമ്മുടെ ഈ ജനറേഷനിലുള്ള മക്കൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു രൂപ കൊടുക്കുകയാണെങ്കിലും അത് നിനക്ക് എന്ത് ആവശ്യത്തിനാണ്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിനക്കത് എന്ത് ആവശ്യത്തിനാണ്, എന്താണ് ആവശ്യം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാരണം അറിഞ്ഞിട്ട് മാത്രം വേണം മക്കൾക്ക് പണം നൽകാൻ. അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ കൊടുക്കുന്ന സമയത്ത് ഇതല്ല ഇതിനപ്പുറം നമുക്ക് കേൾക്കേണ്ടി വരും, കാണേണ്ടി വരും. ഇപ്പോൾ ആദ്യം പറഞ്ഞ മക്കൾ നമ്മൾ ദേഹോപദ്രവമൊന്നും ചെയ്യില്ലെന്ന വാക്കുകൾ കൊണ്ടേ പറയുള്ളൂ. ഇപ്പോൾ ദേഹോപദ്രവവും തുടങ്ങി, അതുപോലെ തന്നെ കൊലയിൽ വരെ വന്ന് എത്തേണ്ട കണ്ടീഷൻ ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ്റെ പോക്ക് തന്നെ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് യുക്തിപൂർവ്വം വേണം നമ്മുടെ മക്കളുടെ അടുത്ത് പെരുമാറാൻ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓരോ മാതാപിതാക്കളോടും നമ്മളെല്ലാവരും മക്കളെ വളർത്തുന്നതാണ്. ഓരോരുത്തരും ജാഗ്രതയോടുകൂടി തന്നെ മക്കളെ വളർത്തണം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അവരെവിടേക്കാണ് പോകുന്നത്, എന്താ ചെയ്യുന്നത്, എന്താവശ്യമാണ് അവർക്കുള്ളത് എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. എന്തായാലും ഓരോ മാതാപിതാക്കൾക്കും ഈ ഒരു അഫാൻ്റെ ഈ ഒരു ചെയ്തികൾ, പ്രവൃത്തികൾ പാഠമാകട്ടെ എന്ന് തന്നെ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയണം. ഇങ്ങനൊരു അവസ്ഥ ഏത് മാതാവിനും ഏത് മാതാപിതാക്കൾക്കും വരാതിരിക്കട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ആ മാതാവിനും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നും ഈ അവസരത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഈ ഒരു വെറും ഒരു 50,000 രൂപയ്ക്ക് വേണ്ടി ഇഞ്ചായിട്ട് ഒരു ബന്ധുവും സ്വന്തവും നോക്കാതെ കഴുത്തറുത്ത് വെട്ടി നുറുക്കി കൊല്ലുക, അടിച്ചു കൊല്ലുക എന്നൊക്കെ കേട്ടും സഹിക്കാൻ കഴിയുന്നില്ല എന്ത് തന്നെയാണെങ്കിലും. അപ്പോൾ ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു പാഠമാണ് ഈ ഒരു വെഞ്ഞാറമൂട് കൊലപാതകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.